നെറ്റ് റൺ റേറ്റ് പണിയാകുമോ? ചെന്നൈയെ എത്ര റൺസിന് തോൽപ്പിച്ചാൽ ആർ സി ബിക്ക് പ്ലേ ഓഫിലെത്താം? അറിയാം ഈ കണക്കുകൾ. IPL ആദ്യ പകുതിയിൽ തുടർ തോൽവികളോടെ വശം കെട്ട റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇപ്പോൾ തുടർ ജയങ്ങളുമായി കടുത്ത ആരാധകരെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ആദ്യ 8 കളികളിൽ ഒരു ജയം മാത്രം നേടിയ ആർ സി ബി അവസാനം കളിച്ച 5 മത്സരങ്ങളിലും ജയിച്ച് പ്ലേ ഓഫിലേക്കെത്താനുള്ള നേരിയ സാധ്യത നിലനിർത്തിയിട്ടുണ്ട്. ഇതോടെ ഹോം ഗ്രൗണ്ടിൽ ചെന്നൈക്കെതിരെ നടക്കുന്ന അവസാന മത്സരം ആർ സി ബിക്ക് ശരിക്കും നോക്കൌട്ട് മത്സരമാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 5 മത്സരങ്ങളും അവർ കളിച്ചത് നോക്കൌട്ട് മത്സരങ്ങളായിരുന്നു. 14 പോയിന്റുള്ള ചെന്നൈക്കും നോക്കൌട്ട് മത്സരമാണെങ്കിലും 12 പോയിന്റുള്ള ആർ സി ബിയേക്കാൾ പ്ലേ ഓഫിലെത്താൻ സാധ്യതയുണ്ട്. തുടർ ജയങ്ങളോടെ നെറ്റ് റൺ റേറ്റിലും വലിയ കുതിപ്പ് നടത്തിയെങ്കിലും ആർ സി ബിക്ക് ഇപ്പോൾ ഉള്ളത് 0.387 എന്ന റൺ റേറ്റാണ്. എന്നാൽ CSKയ്ക്കാകട്ടെ 0.528 എന്ന റൺ റേറ്റുമായി നേരിയ മുൻതൂക്കമുണ്ട്. അതുകൊണ്ട് തന്നെ അവസാന മത്സരത്തിൽ എത്ര റൺസിന് ജയിച്ചാൽ ചെന്നൈയെ നെറ്റ് റൺ റേറ്റിലും മറികടക്കാനാവുമെന്ന കണക്കുകൂട്ടലിൽ കൂടിയാണ് ആർ സി ബി ആരാധകർ. ഇരു ടീമുകളും തമ്മിൽ നെറ്റ് റൺ റേറ്റിൽ വലിയ അന്തരമില്ലാത്തതിനാൽ ചെന്നൈക്കെതിരായ മത്സരത്തിൽ 18 റൺസിന്റെ വ്യത്യാസത്തിലെങ്കിലും ജയിച്ചാൽ മാത്രമേ ആർ സി ബിക്ക് നെറ്റ് റൺ റേറ്റിൽ ചെന്നൈയെ മറികടക്കാനാവുകയുള്ളൂ. അതുപോലെ റൺസ് പിന്തുടരുകയാണെങ്കിൽ 11 പന്തുകളെങ്കിലും ബാക്കി നിൽക്കെ ആർ സി ബിക്ക് ലക്ഷ്യത്തിലെത്തുകയും വേണം. അതുകൊണ്ട് മാത്രം ആർ സി ബിക്ക് പ്ലേ ഓഫിലെത്താനാവില്ല. അടുത്ത മത്സരത്തിൽ ഹൈദരാബാദ് ജയിച്ച് 3-ാം സ്ഥാനത്തേക്ക് കയറുകയും ലക്നൗ ഇനിയുള്ള ഒരു മത്സരമെങ്കിലും തോൽക്കുകയും ചെയ്താലേ ആർ സി ബിക്ക് നെറ്റ് റൺ റേറ്റിൽ പിന്നിലും മുന്നിലും ഉള്ളവരെയെല്ലാം വീഴ്ത്തി പ്ലേ ഓഫിലേക്ക് കടക്കാനാവൂ. ആർ സി ബിയുടെ വിധി അറിയാൻ ആരാധകർ 18 വരെ കാക്കേണ്ടി വരും. അന്നാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആർ സി ബി CSK പോരാട്ടം. ആർ സി ബിക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ.